ഹലോ നമസ്കാരം. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് എൻജിൻ ഫ്ലഷിംഗ്. നമ്മുടെ വണ്ടിയിലെ റേഡിയേറ്ററിൽ ഓയിൽ ലീക്ക് കലരുക, അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ട് റേഡിയേറ്റർ കംപ്ലൈൻ്റ് ആവുക, ബ്ലോക്ക് ആവുക, ആ സാഹചര്യത്തിലാണ് എൻജിൻ ഫ്ലഷിംഗ് അതോടൊപ്പം റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ റേഡിയേറ്റർ മാത്രം ക്ലീൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇതിനുള്ളിൽ കച്ചറ ഫുള്ള് എൻജിനിലുണ്ടാവും. അതും കൂടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻജിൻ ഫ്ലഷ് ചെയ്യണത്. ഇത് നല്ലതാണോ വെച്ചാൽ പലരും പറയും രണ്ടഭിപ്രായമാണ്. നല്ലതെന്നും പറയും, മോശം അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ. കാരണം ഈ കാണുന്ന കച്ചറ ഫുള്ള് റേഡിയേറ്ററിന് വന്നാണ്. ഇത്തരം കച്ചറ തന്നെ എഞ്ചിനിലും ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ചെയ്യണത്. ഇങ്ങനെ ചെയ്തില്ലാനുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോൾ പുതിയ റേഡിയേറ്റർ മേടിക്കണമെങ്കിൽ നല്ലൊരു പൈസയാവും. അതല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ സ്ക്രാപ്പിന് മേടിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വണ്ടിയിലുള്ള ഒറിജിനൽ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തിട്ട് സെറ്റാക്കണത്. ഏകദേശം ഒരു 10 വർഷം 15 വർഷം മേലുള്ള വണ്ടികൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു 1 ടൈം ഫ്ലഷ് ചെയ്യണത് നന്നായിരിക്കും. കാരണം വെച്ചാൽ അത്രയും പഴക്കം അതിനുള്ള റേഡിയേറ്ററിലെ കച്ചറകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻലെറ്റ് ഔട്ട്ലെറ്റും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും. വണ്ടീന് ശേഷം ഓവർ ഹീറ്റ് ഉണ്ടാവില്ല, പിന്നെ വണ്ടിക്ക് ലൈഫ് കൂടും. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എൻജിൻ ഫ്ലഷ് ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. നല്ലതാണ് ചീത്താണെങ്കിലും മറ്റുള്ളവർക്കൊരു പുതിയ അറിവാണെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഈ കാണുന്ന റേഡിയേറ്റർ ഉണ്ട്, ഇത് ഒറിജിനൽ റേഡിയേറ്റർ ആണ്. അത് പുതിയ റീപ്ലേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേറ്റർ ക്ലീൻ ആക്കിയിട്ട് ചെയ്തത്. ഇപ്പോൾ ക്ലീൻ ആക്കുന്ന വീഡിയോ നോക്കിക്കോട്ടെ. അതിപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം എത്ര കച്ചറ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുക. ഇപ്പോൾ അത് നല്ലതായിട്ട് നമ്മൾ റേഡിയേറ്റർ വാഷ് ചെയ്യണം. ഈ കാണാൻ റേഡിയേറ്ററിന് ഇത്രയും കച്ചറ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഇത്രയും കച്ചറ തന്നെ എഞ്ചിൻ്റെ ഉള്ളിലും സർക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിൻ ഫ്ലഷ് ചെയ്യണത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം വണ്ടി ഓഫ് ആയിട്ട് എഞ്ചിൻ ഫ്ലഷ് ചെയ്യും, അതിനുശേഷം വണ്ടി ഓൺ ആക്കിയിട്ട് എഞ്ചിൻ ഫ്ലഷ് ചെയ്യും. ഇത്രയും കച്ചറ വെള്ളം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ ഫുള്ള് ക്ലാരിറ്റി കുറവായിരിക്കും വീഡിയോയ്ക്ക്. ഈ കാണാൻ പ്യൂർ വൈറ്റ് വെള്ളമായിരുന്നു എൻജിൻ ഫ്ലഷ് ആയിട്ട് വന്നാൽ. ഫസ്റ്റ് ടൈം എടുത്ത വെള്ളം ഞാൻ കാണിച്ചു തന്നില്ല, അതെടുക്കാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതിപ്പോൾ രണ്ടാമത് ഫ്ലഷ് ആയിട്ട് ഓൺ ആക്കിയിട്ട് ചെയ്തിട്ടുള്ള വെള്ളമാണ് കാണുന്നത്. ഇതിപ്പോൾ 1 ടൈം ചെയ്താൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം.